Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. PDF കാണാമോ? PDF കാണുന്നുണ്ടോ? साड़ी में था यानी कि 2 बंदे जो बच्चे वो सामने 2 बंदे को आराम से मारा था यार वो भी मत करो गलत है एक ही समझ देखने मेरे को Okay, hospital information system ആണ് എടുക്കുന്നത്. ഇനി ഫസ്റ്റ് പോർഷൻസ് ഒക്കെ മിസ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് തുടങ്ങിയാണ് എടുക്കുന്നത്. അതേ സെയിം ചാപ്റ്റർ ആണ് അതിന്റെ 15 പോർഷൻസ് തുടങ്ങി എടുക്കുന്നത് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായില്ലേ നേരത്തെ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ഇവിടെ 1 മണിക്ക് ഫുഡ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും. പേജ് നമ്പർ എന്ന് പറയാമോ? ടൈപ്സ് നോക്കണോ? പേജ് നമ്പർ ആരെങ്കിലും പറയോ? പേജ് നമ്പർ 38 മാർട്ടിൻ. Chapter 49 Hospital Information System. ഇടയ്ക്ക് വെച്ച് കയറുന്നവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിന്റെ പകുതി ഭാഗം തുടങ്ങിയാണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ബേസിക് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. എന്തൊക്കെ ടൈപ്സ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഹോസ്പിറ്റലിൽ ഉള്ളത്? ഒന്ന് വരുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR, പിന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, 5 സിസ്റ്റംസ് ആണ് അങ്ങനെ വരുന്നത്. 4 സിസ്റ്റംസ് ആണ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ,
നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്നത്. അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു റെക്കോർഡ്സ് ആയിരിക്കും അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR, is a systematic body of patients and population electronically recorded health information in a digital format. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിസൈഡ് ബോഡിയാണ് അല്ലെ. ഇതിലധികം സിസ്റ്റമാറ്റിസ് ചെയ്തിട്ടാണ് എന്താ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഫോർമാറ്റ് ആണ്. ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ആണ്. പേഷ്യൻസിന്റെ പോപ്പുലേഷൻസും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സുകളും ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ രീതിയിലാക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആണ്. എന്ത് ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് EHR എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, okay, then these records can be shared across different healthcare settings. അപ്പൊ ബെനിഫിറ്റ്സ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ബെനിഫിറ്റ്സ് മുതലല്ല, ടൈപ്സ് മുതലാണ്. ഓക്കെ, ടീച്ചർ എടുത്തോളൂ കേട്ടോ. ഓക്കെ, okay, എന്താ പറയുന്നത് these records can be shared across different healthcare settings. അപ്പൊ ഈ റെക്കോർഡ്സ് എന്താണ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും എന്താണ് എല്ലാ ആരോഗ്യ സംവിധാനത്തിലും ഇത് ഈ റെക്കോർഡ്സ് ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ നെറ്റ്വർക്ക്. എങ്ങനെയാണ് റെക്കോർഡ്സ് ഷെയർ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ നമ്മൾ നെറ്റ്വർക്ക് കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. നെറ്റ്വർക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ്സ് ഡീറ്റെയിൽസുകൾ കൈമാറ്റപ്പെടുന്നത്. Then connected enterprises wide information system or other information networks and exchanges. അപ്പൊ ഏത് രീതിയിലൂടെയാണ് റെക്കോർഡുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? നെറ്റ്വർക്ക് മുഖേന അല്ലെങ്കിൽ എന്റർപ്രൈസസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് മുഖേന ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഈ റെക്കോർഡ്സുകൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് EHR ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? EHR may consist of range of data that includes എന്തൊക്കെയാണ്? demographics, medical history, medication and allergies, immunization status, laboratory test results, radiology images, then vital signs, personal statistics such as age and weight and billing information. അപ്പോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വഴി ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാസ് ആണ് അതിൽ കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ്? ഓൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക്സ്, അതായത് പേഷ്യൻസിന്റെ എണ്ണം അല്ലെ, എത്ര പേഷ്യൻസ് ഉണ്ട്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ മെഡിക്കേഷൻസ് ആൻഡ് അലർജീസ്, എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകളും അലർജിക് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ദെൻ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്സുകള്, ദെൻ റേഡിയോളജി ഇമാജസ്, എക്സ്റേ, MRI, CT ലൈക്ക് ഇമാജസ്. അതുപോലെ തന്നെ എന്താണ്? വൈറ്റൽ സയൻസുകൾ. വൈറ്റൽ സയൻസ് എന്തൊക്കെയാണ്? വൈറ്റൽ സയൻസ് BP, ടെമ്പറേച്ചർ, പിന്നെ എന്തൊക്കെയാ? വൈറ്റൽ സയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പൾസ്, BP, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ റേറ്റ് അല്ലെ, എല്ലാ കാര്യങ്ങളും എന്താണ് വൈറ്റൽ സയൻസിൽ ഉൾപ്പെടുന്നതാണ്. പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ്,
അയാളുടെ പേഷ്യന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏജ്, ഹൈറ്റ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻ. അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ ബില്ലിങ്ങിന്റെയും ഇൻഫോർമേഷൻസും എന്തിലുണ്ടായിരിക്കും? EHR-ല് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇത്തരം ഇൻഫോർമേഷൻസ് ആണ് പ്രധാനമായിട്ടും EHR-ല് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ക്ലൈം ചെയ്ത് നോക്കാം. EHR may consist of range of data that includes demographic, medical history, medication and allergies, immunization status, laboratory test result, radiology status, vital signs, personal status such as age and weight and billing information. Okay. Yes. Clear ആണോ? ഈ EHR ഇവിടം വരെയുള്ള ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? Okay. Yes. For several decades, electronic health records EHRs records have been evaluated as a key to enhancing quality care. അപ്പോൾ നമ്മൾക്ക് EHR-ലൂടെ എന്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? EHR സംവിധാനം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു? യെസ്, ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അതായത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഫർമേഷൻസും എങ്ങനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ക്വാളിറ്റി, അത് ഓരോ ദിനം പ്രതി എന്താണ് ആ റെക്കോർഡ്സുകളെ എന്താണ് അപ്ഡേഷൻ ചെയ്യുന്നുണ്ടാവും അല്ലെ, കൃത്യമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും അത് ഓരോ പേഷ്യൻസിന്റെയും ഡീറ്റെയിൽസുകൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ക്വാളിറ്റിയിലൂടെ തന്നെ നമുക്ക് എന്താണ് അറിയാൻ സാധിക്കും. Then electronic health records are used for other reasons than charting for patients. Today, providers are using data from patient records to enhance quality outcomes by means of their care management programs. Electronic health records എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ചാർട്ടിങ്ങിലായിരിക്കും അല്ലെ. ചാർട്ടിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യന്റിന്റെ ചാർട്ടിങ്ങിൽ മാത്രമാണോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് ചാർട്ട് എന്ന് മനസ്സിലായില്ലേ? നമ്മൾ പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്നതിനാണ് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത്. അതിന് മാത്രമാണോ പേഷ്യന്റ് ഉപയോഗിക്കുന്നത്? ചാർട്ടിൽ മാത്രമല്ല വിവരങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. മാത്രമല്ല എന്തിലാണ്? Providers are using data from patient records to enhance quality outcomes by means of their care management programs. അതില് മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ച് കെയർ മാനേജ്മെന്റ് പ്രോഗ്രാംസ് കൂടിയിട്ട് EHR-ൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പേഷ്യന്റിനെ കുറിച്ചുള്ള ചാർട്ട്സ് മാത്രമല്ല, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമല്ല, കെയർ മാനേജ്മെന്റ് പ്രോഗ്രാംസ് കൂടി അതില് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. യെസ്. ഇനി EHR combines all patients' demographics into a large pool and they use this information to help with the creation of new treatments or innovation in healthcare delivery, which overall improves the goals in healthcare. EHR combine ചെയ്യുന്നത് എല്ലാ പേഷ്യൻസിനെയും, അതായത് എങ്ങനെയാണ്? അതായത് എല്ലാ റെക്കോർഡ്സിനെയും, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡ്സിലേക്ക് മാറ്റുന്ന ഒരു ലാർജ് പൂൾ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? എല്ലാ വിവരവും പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ജനസംഖ്യാശാസ്ത്രം, അതായത് പേഷ്യൻസിന്റെ എല്ലാ കറക്റ്റ് എണ്ണങ്ങളും എന്താണ് ലാർജ് ഇൻഫർമേഷൻ പൂളിലേക്ക് അത് മാറ്റപ്പെടുന്നത്. അതിനുശേഷം എന്താണ്? അതിലൂടെയാണ് ന്യൂ ട്രീറ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡെലിവറിക്കുള്ള ബാക്കി എല്ലാ ഡാറ്റാസും അതിൽ നിന്ന് എന്താണ് ഹെൽത്ത് കെയർസിന് ഉപയോഗിക്കുന്നത്. ന്യൂ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്താണ് ലാർജ് പൂളിലേക്കാണ് പേഷ്യൻസിന്റെ, അതായത് പേഷ്യന്റിന്റെ എല്ലാ എണ്ണങ്ങളും ലാർജ് പൂൾ എന്ന സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെടും. ഓക്കെ. അപ്പൊ ഇത് പുതിയ ചികിത്സക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ പുതിയ ന്യൂനതകൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഒരു
സംഖ്യാശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ആയി ലാർജ് കൂടിൽ നിന്ന് ആ ഇൻഫർമേഷൻസിലേക്ക് അത് മാറ്റപ്പെടുന്നത്. ഓക്കെ. Then comparing multiple type of clinical data from the system health records has aided clinicians recognize and stratify chronically ill patients. അപ്പൊ എന്താണ് ഇത്തരത്തിലെ പേഷ്യൻസിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ മാറ്റുന്നത് വഴി, അതായത് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലുള്ള വഴി എന്താണ് നീണ്ടകാലം നിൽക്കുന്ന അസുഖങ്ങളുള്ള ബാധിച്ച പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ദീർഘകാലം മിക്സുള്ള പേഷ്യൻസ്, ക്രോണിക്കലി പേഷ്യൻസ് എന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ സ്ഥിരം എന്താണ് ചികിത്സ നേടുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ റെക്കോർഡ്സ് ഉപയോഗിച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ക്ലിനിഷ്യൻസിന് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. Combine multiple type of clinical data from the system health record has aided clinicians recognize and stratify chronically ill patients. എത്ര കാലമായി അവർ ചികിത്സയിലാണ്, എത്രത്തോളം മെഡിക്കേഷൻസ് ഒക്കെ അവർ എടുക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ക്ലിനിഷ്യൻസിന് എന്താണ് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. ഇനി എന്താ പറയുന്നത്? അപ്പോ ഇത്തരത്തിൽ ഈ പേഷ്യൻസ് ആയിട്ടുള്ളവരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താണ് അവർക്ക് പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അല്ലെ, അതായത് ഇംപ്രൂവ് ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് ഈ ഡാറ്റാ സിസ്റ്റത്തിലൂടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ രീതിയിലുള്ള കെയർ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട്, അതായത് ഹൈ റിസ്ക് ഉള്ള പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെയൊക്കെ കൃത്യമായിട്ട് ആ ഡാറ്റയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഇപ്പോഴുള്ള പ്രസന്റിലുള്ള കണ്ടീഷൻസ് വരെ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് ഗുണനിലവാരമുള്ള ഒരു പ്രത്യേക കെയർ അവർക്ക് കൊടുക്കാനുമായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കുകയും ചെയ്യും. അതായത് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ EHR നോക്കുന്നത് വഴി ഡോക്ടേഴ്സിന് അത് എന്തൊക്കെയാണ് ഏതൊക്കെ രോഗികളാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ കെയർ കൊടുക്കാനായിട്ടും എന്താണ് പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് ബെറ്റർ കെയർ കൊടുക്കാനായിട്ട് ക്വാളിറ്റി കെയർ ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സാരാംശിക്കേണ്ട എന്താണ് EHR, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അതിന്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസ് പ്രത്യേകിച്ച് ദീർഘകാലമായിട്ട് പരിചരണത്തിലുള്ള പേഷ്യൻസിന്റെ അല്ലെ അവരുടെയൊക്കെ കൂടുതൽ പരിഗണന അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക കെയർ കൊടുക്കാനായിട്ട് ഇത്തരത്തിലൊരു ഡിജിറ്റൽ ഫോർമാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിച്ചോളൂ. മനസ്സിലായോ പറഞ്ഞത്? ഇന്നലെ ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു, പഠിച്ചു തുടങ്ങിയോ? ജോബി ലിവിൻ കുറെ ദിവസമായാലും കയറിയിട്ട് ക്ലാസ്സിൽ കയറാറില്ലേ? കാണാറില്ലല്ലോ. ജോബി ഓക്കെ 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 യെസ്. അപ്പൊ നിങ്ങളിവിടെ ആദ്യത്തെ ഈ പാരാഗ്രാഫ് ഒന്ന് പഠിക്കണേ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തുടങ്ങിയിട്ട് ഡിജിറ്റൽ ഫോർമാറ്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇവിടെ മുതൽ ഇവിടെ വരെ. പിന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും പഠിക്കണം. എന്തൊക്കെയാണ് ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി തുടങ്ങി ബില്ലിംഗ് ഇൻഫർമേഷൻ വരെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ
ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞുതരാം, അത് മാത്രം പഠിക്കുക കേട്ടോ. യെസ്. Then EHR system are outlined to record and store data correctly and to capture the state of a patient over time. EHR ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്താണ് ഇപ്പൊ പറഞ്ഞത്, നമുക്ക് പേഷ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞല്ലേ. അപ്പൊ പ്രസന്റിൽ വരെയുള്ള കണ്ടീഷൻസ് അല്ലെ, പേഷ്യൻസിന്റെ ഓവർ ടൈം ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസിനെ നമുക്ക് എന്താണ് ആളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. എന്തൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ് ഉദ്ദേശം എന്താണ്, പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അതുവരെ എന്താണ് നമുക്ക് അതിലേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, outline to record and store data correctly and to capture the state of a patient over time. Then it removes the need to trace down a patient's previous paper medical records and helps in ensuring data is up to date, accurate and readable. ഇനി എന്താണ്, it remove the need to trace down a patient previous paper medical records. അപ്പൊ ഈ EHR മൂലം നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? അതായത് EHR എന്തിനു വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നതിനും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും വേണ്ടിയിട്ടാണ് EHR സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് അല്ലെ. അതായത് ഒരു രോഗിയുടെ അവസ്ഥ എങ്ങനെയാണ് കാലക്രമേണ അല്ലെങ്കിൽ തുടർന്നുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, അതിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് EHR-ല് എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു രോഗിയുടെ മുൻ മെഡിക്കൽ റെക്കോർഡ്സുകൾ കണ്ടെത്തുന്നതിന്റെ ആവശ്യകതകൾ അത് നീക്കം ചെയ്യുകയും ഡാറ്റ എങ്ങനെയാണ് കൃത്യവും വായിക്കാവുന്നതുമായ രീതിയിൽ അത് തയ്യാറാക്കപ്പെടുന്നു. അതായത് പഴയ പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റിമൂവ് ചെയ്യുന്നതിനും പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാനും അത് റീഡബിൾ കൃത്യമായി വായിക്കുന്ന രീതിയിലുമായിരിക്കും ആ റെക്കോർഡ്സിൽ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് പ്രീവിയസ് റെക്കോർഡ്സിൽ ചിലപ്പോൾ വേറെ മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആ മെഡിക്കേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. Then it also allows open communication between the patient and the provider while providing privacy and security. ഇനി ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. എന്താണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്? എന്താണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ പ്രൊവൈഡർ? ആരൊക്കെ തമ്മിലാണ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നത്? പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ അല്ലെ. പേഷ്യൻസിന്റെ കാര്യങ്ങൾ ആ പ്രൊവൈഡറും സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡാറ്റാസ് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും അല്ലെ. വൈ പ്രൊവൈഡിങ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. പക്ഷെ പേഷ്യന്റിനും പ്രൊവൈഡർക്കും ഇടയിൽ എന്തായാലും വളരെയധികം സെക്യൂർഡ് ആയിട്ടായിരിക്കും ആ ഡീറ്റെയിൽസ് അവര് പറയുന്നത്. പ്രൊവൈഡറും പേഷ്യന്റും തമ്മിൽ മാത്രമായിരിക്കും പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, അത് വളരെ എങ്ങനെയായിരിക്കും, വളരെ പ്രൈവസി ആയിട്ടും സെക്യൂർഡ് ആയിട്ടുമായിരിക്കും ഈ ഡീറ്റെയിൽസ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത്. ഇല്ല, അതൊരു ഫെസിലിറ്റിയാണ്. ഇപ്പൊ പേഷ്യന്റിന്റെ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ റെക്കോർഡ്സിൽ നോക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, it can lessen the risk of data replication since there is only one modifiable file, which means the file is more likely up to date and reduce risk of lost paperwork and is cost efficient. എന്താണ് അപ്പൊ ഇത്തരത്തില് ഈ ഫയൽസ് മോഡിഫൈ ചെയ്യുന്നതിലൂടെ, അതായത് ഓരോ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള പേപ്പർ വർക്കുകൾ എന്താണ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ അതിനനുസരിച്ചുള്ള കോസ്റ്റസും കുറവായിട്ടായിരിക്കും അവരവിടെ പരിഗണിക്കപ്പെടുന്നത്. Because of the digital information being searchable and in a single file. അപ്പൊ ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഏത് രീതിയിലായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്?
ഇതൊരു സിംഗിൾ ഫയൽ ആയിരിക്കും അല്ലെ. അതൊരു ഓരോ പേഷ്യൻസിന് എന്താണ് ഓരോ സിംഗിൾ ഫയലിലായിരിക്കും അത് രൂപീകരിച്ചിരിക്കുന്നത്. Then EMRs are more effective. സിംഗിൾ ഫയൽ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണേ. ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീങ് സെർച്ചബിൾ ആൻഡ് സിംഗിൾ ഫയൽ, അത് അണ്ടർലൈൻ ചെയ്യാം. Electronic are more effective when taking out medical data for the examination of possible REMs and long-term changes in a patient. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ഫയൽ നോക്കുന്നത് വഴി എന്താണ് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെ, ലോങ് ടേം ആയിട്ടുള്ള ചേഞ്ചസ് എത്രത്തോളം മെഡിക്കേഷൻസ് ഉപയോഗിച്ചു, പേഷ്യന്റ് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി, ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ പ്രസന്റ് കണ്ടീഷൻ വരെയുള്ള കാര്യങ്ങൾ എന്താണ് ലോങ് ടേം ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് ആ റെക്കോർഡ്സിലൂടെ നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് ഫുൾ മെഡിക്കൽ എക്സാമിനേഷൻ, ഒരാളുടെ ഒരു പേഷ്യന്റിന്റെ ഫുൾ മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും, EMRs ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, EMRs എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, then population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. എന്താണ് പറയുന്നത്? അപ്പോൾ ഡിജിറ്റൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ സിംഗിൾ ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു? Medical records may also be made easier by the widespread adoption of EHRs and EMRs. എന്താണ് പറയുന്നത്? ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് ജനസംഖ്യാ ശാസ്ത്രപരമായിട്ട് പേഷ്യൻസിന്റെ എണ്ണം അടങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ഈസി ആക്കുന്നു എന്നാണ് പറയുന്നത്? അതായത് EHRസിന്റെയും EMRസിന്റെയും, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെയും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെയും അടിസ്ഥാനത്തിൽ ആ രണ്ട് ഡിജിറ്റൽ ഫോർമാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മൾക്ക് അതായത് ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള എല്ലാ പഠനങ്ങളും ഒരു പേഷ്യന്റ് എല്ലാ പോപ്പുലേഷനുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് വിവരങ്ങളും എന്താണ് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് എന്താണ് റെക്കോർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡാറ്റാസ് എപ്പോ വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ഗുണം എന്താണ്? പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, മെഡിക്കേഷൻസ്, ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കും? EMRസിലും ഉണ്ടായിരിക്കും, EHRസിലും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഈ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് മുതൽ EMRs വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞ പോയിന്റ്സുകളൊക്കെ അണ്ടർലൈൻ ചെയ്തോ? യെസ്, ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാം. ഏതൊക്കെ തമ്മിലുള്ള കമ്പാരിസൺ ആണ്? പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സും EHRും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫസ്റ്റ് പാരഗ്രാഫോ എന്നിട്ട് പറയണോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്മിന് കേട്ടില്ലേ? ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്?
അതായത് ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് എന്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസിന്റെ എല്ലാ പോപ്പുലേഷൻസും ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എന്ത് ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR എന്ന് പറയുന്നത്. റെക്കോർഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് ദ പേഷ്യൻസ്. ഓക്കെ, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ഒരു വൈഡ് റേഞ്ച് ഡാറ്റാസ് ആണ്. അതായത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡെമോഗ്രാഫി, പേഷ്യൻസിന്റെ എണ്ണങ്ങള്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻസ്, അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി ടെസ്റ്റുകൾ, പിന്നെന്താണ് റേഡിയോളജി ഇമാജസ്, വൈറ്റൽ സയൻസ്, പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന എന്തൊക്കെയാണ് ഏജ്, വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ. അങ്ങനെ ഫുൾ ആയിട്ട് പേഷ്യന്റുമായി സംബന്ധിക്കുന്ന എല്ലാ ബില്ലിംഗ് ഇൻഫർമേഷൻ വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലായിരിക്കും കേട്ടോ. അതൊരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ഫോർമാറ്റ് ആണ് എന്ത് EHR എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ജസ്മിനെ ഓക്കെ, നമുക്ക് കമ്പാരിസൺ നോക്കാം കേട്ടോ. കമ്പാരിസൺ ലാസ്റ്റ് പാരഗ്രാഫോ? ഇതാണോ പറയുന്നത്? അതായത് ഒരു രോഗിയിലെ എല്ലാത്തരം more effective and when taking medical data for the examination possible trends and long term changes in a patients. അതായത് ഒരു രോഗിയിൽ സാധ്യമായിട്ടുള്ള എല്ലാ ദീർഘകാല മാറ്റങ്ങളെയും പരിശോധിക്കുന്നതിനായിട്ടാണ് എന്ത് ഈ മെഡിക്കൽ ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് എടുത്ത് നോക്കാൻ സാധിക്കും. അതായത് ലോങ് ടൈമുള്ള കണ്ടീഷൻസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും? EHR റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് EHRS EMRS എന്താണ് വ്യാപകമായിട്ട് ഇത്തരത്തില് എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഡിജിറ്റൽ ഫോർമാറ്റുകളാണെന്നാണ് അവിടെ പറയുന്നത്. അതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അഡോപ്ഷൻ ആണ്. അതായത് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് EMR-ലൂടെയും EHR-ലൂടെയും എന്താണ് ഏകദേശം എന്താണ് രണ്ടും ഒരേപോലെ തന്നെയുള്ള രീതിയിലുള്ള റിസൾട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എല്ലാ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്സുകളുമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. EMRSന്റെ ഡെഫിനിഷൻ എന്താണെന്നോ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എക്സ്പാൻഷൻ ആണോ ചോദിക്കുന്നത്? ഓക്കെ, നമുക്കിനി കമ്പാരിസൺ നോക്കാം വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ്. അതായത് EHR-ഉം പേപ്പർ ബേസ്ഡ് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ എന്താണ്? നിങ്ങൾ അതിൽ നോക്കാതെ ഒന്ന് പറഞ്ഞേ. പേപ്പർ റെക്കോർഡ്സ് ആണോ ബെറ്റർ അല്ലെങ്കിൽ EHRS ആണോ ബെറ്റർ? ഏത് ഫോർമാറ്റിലാണ് നന്നായിട്ട് നമുക്ക് റെക്കോർഡ്സുകൾ സൂക്ഷിക്കാൻ കഴിയുന്നത്? അതെ, EHR ആണ് അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് എന്താണ് റെക്കോർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെയധികം പോസിബിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോർമാറ്റ് ആണ് എന്ത് EHR എന്നത്. പക്ഷെ പേപ്പർ ബേസ്ഡിൽ എന്താണ് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. While there is still a noticeable amount to be debate around the superiority of the electronic health records over paper records, the research literature gives a more realistic picture of the benefits and downside. അപ്പോ ഈ ഇലക്ട്രോണിക്കിന്റെയും അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സിന്റെ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ്, അതായത് സംവാദങ്ങൾ പലതരത്തിലും പല രീതിയിൽ ആൾക്കാർ നിർവചിക്കപ്പെടുന്നുണ്ട്. അതായത് ചിലർ പറയുന്നത് എന്താണ് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് ആണ് ബെറ്റർ, ചില സംവാദത്തിൽ ചില ഡിബേറ്റിൽ എന്താ പറയുന്നത് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ് ബെറ്റർ എന്ന് പറയും. ഇപ്പൊ രണ്ടിന്റേതായ എന്താണ് പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും അല്ലെങ്കിൽ പേപ്പർ റെക്കോർഡ്സും തമ്മിലുള്ള ഒരു കൃത്യമായ പഠനങ്ങൾ, അതിന് കൃത്യമായിട്ട് റിസർച്ച് നടത്തിയ ശേഷം അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? The research literature gives a more realistic picture of the benefits and downsides. അപ്പോ അതിലൂടെ ആ ഒരു പരീക്ഷണങ്ങൾക്ക് ശേഷം, അതായത് ഈ റിസർച്ച് നടത്തി പേപ്പർ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ EHR ആണോ ഏറ്റവും നല്ലത് എന്നുള്ളൊരു കമ്പാരിസൺ വന്ന സമയത്ത്
അത് കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടിയത്? അതിന് ബെനഫിറ്റ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡൗൺ സൈഡ്സും ഉണ്ട്, അതായത് പോരായ്മകളുണ്ട്. രണ്ടിനും രണ്ടിലേതായ നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളും ഉണ്ടെന്നാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ ഓക്കെ The increased transparency, portability, and accessibility gained by the adoption of electronic medical records may make larger the aids with which they can be accessed by healthcare professionals, but also can enlarge the amount of stolen information by unauthorized persons or untrustworthy users versus paper medical records. ഇതിനൊരു എന്താ പറയുന്നത്, ഒരു കുത്തും കോമയൊന്നും ഇല്ലേ? കോമയുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ പറയുന്നത് EHR-നെ പറ്റിയാണ്. EHR എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആണ്, വളരെയധികം സുതാര്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, നല്ലൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് EHR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം നമുക്ക് പോർട്ടബിൾ ആണ് അല്ലെ, അതെപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാനും അതുപോലെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും സാധിക്കും അല്ലെ. അത് EHR ഉപയോഗിക്കുന്ന വഴി അങ്ങനെയല്ലേ, നമ്മൾക്ക് പെട്ടെന്ന് എന്താണ് പോർട്ട് ചെയ്യുന്നതിന്, പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതിനും, പെട്ടെന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് കിട്ടുന്നതിന് എന്താണ് വളരെ എളുപ്പമാണ്. പക്ഷെ പേപ്പർ റെക്കോർഡ്സുകളാണെങ്കിൽ എന്താണ് കുറച്ച് സമയം എടുക്കും അല്ലെ. പിന്നെ ആളുടെ റെക്കോർഡ്സുകൾ ഒരുപാട് വർഷത്തിന് മുമ്പുള്ള റെക്കോർഡ്സുകളൊക്കെ തപ്പിയെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ EHR എന്ന് പറഞ്ഞാൽ വളരെയധികം പോർട്ടബിൾ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് റെക്കോർഡ്സുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. എപ്പോ വേണമെങ്കിലും ആ പേഷ്യന്റിന്റെ നെയിമോ അതിൽ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് വിത്ത് വിച്ച് ദേ ക്യാൻ ആക്സസ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ആൽസോ can enlarge the amount of stolen information by unauthorized persons or untrustworthy users versus paper medical records. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ എന്താണ് സ്റ്റോളൻ ഇൻഫർമേഷൻ, അതായത് കള്ളത്തരമുള്ള അല്ലെങ്കിൽ തരത്തിലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള ഇൻഫർമേഷൻസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമില്ലാത്തവരെ അല്ലെ. അൺട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? വിശ്വാസയോഗ്യമില്ലാത്തവര്, വിശ്വസിക്കാൻ സാധിക്കാത്തവർ അല്ലെ. അവര് എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളൊക്കെ കൊണ്ടുവന്നിരിക്കാം. ഓക്കെ, അതായത് പേപ്പർ റെക്കോർഡ്സിലായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് അല്ലെ. എന്തെങ്കിലും എന്താണ് സ്റ്റോളൻ ഇൻഫർമേഷൻസ്, എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയെന്നിരിക്കും. As acknowledged by the increased security needs for electronic medical records, including Health Information and Accessibility Act, and by large-scale violations in confidential records reported by EMR users. അപ്പോ ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും കള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മോശമായ ഇൻഫർമേഷൻസ് ഒക്കെ ഈ റെക്കോർഡ്സിൽ വരുന്നത് മൂലം അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള വയലേഷൻസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ട് കൊണ്ടുവരികയുണ്ടായി. ആക്ടിന്റെ പേരാണ് എന്താണ്? ആക്ടിന്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആക്ടിന്റെ പേര് അവിടെ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ആക്സസിബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ആക്സസിബിലിറ്റി ആക്ട് പ്രകാരം എന്താണ് EMR-കളുടെ വലിയ തോതിലുള്ള എന്തെങ്കിലും വയലേഷൻസ് EMR-ൽ കാണിക്കുക, അതായത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ആക്സസിബിലിറ്റി ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ച് എന്താണ് എല്ലാ റെക്കോർഡ്സിലും വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് EMR യൂസേഴ്സിന് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ രഹസ്യാത്മകമായിട്ട് അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ആക്സസിബിലിറ്റി ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോളൻ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് പേഴ്സൺസോ അല്ലെങ്കിൽ അൺട്രസ്റ്റഡ് യൂസേഴ്സുകൾ ആ റെക്കോർഡ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ട്, ആ കാണിക്കുന്നതിൽ നിന്നും അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ലാർജ് സ്കെയിൽ വയലൻസുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തേ.
ഓക്കെ. അപ്പൊ ഈ ആക്ട് പ്രകാരം എന്താണ് EMR-ന്റെ സുരക്ഷത വർദ്ധിക്കുകയാണ് അല്ലെ. ഇത്തരത്തിലൊരു ആക്ട് നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് EMR വളരെയധികം സുരക്ഷിതമായിരിക്കും. ആ റെക്കോർഡ്സുകൾ എപ്പോഴും എന്താണ് വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിച്ചാൽ എന്താണ് ഈ ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും ശിക്ഷ ലഭിക്കുന്നതുമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അവർക്ക് അറിയാം എന്തെങ്കിലും വയലേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് അല്ലെ. ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പൊ വയലേഷൻസ് ഉണ്ടാവുന്നത് ഉറപ്പായത് കൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു ആക്ട് അവിടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓക്കെ. Then concerns about security contribute to the resistance shown to their adoption. When users log into the electronic health records, it is their accountability to ensure the information stays confidential. And this is done by keeping their password unknown to others and logging off before leaving the station. അപ്പൊ ഈ ആക്ട് പ്രകാരം എന്താണ് എല്ലാ ഡീറ്റെയിൽസും വളരെയധികം സെക്യൂർഡ് ആയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ഈ EMR അല്ലെങ്കിൽ EMR യൂസ് ചെയ്യുന്ന ഹെൽത്ത് റെക്കോർഡ്സ് യൂസ് ചെയ്യുന്ന ആരാണ്? യൂസ് ചെയ്യുന്ന ജീവനക്കാർ അല്ല, അവിടുത്തെ ആ പേഴ്സൺസ് എന്താണ് എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? അത് ലോഗ് ചെയ്യുന്ന സമയത്ത്, ഓൺ ചെയ്യുന്ന സമയത്ത് അതിനൊരു ലോഗ് ID ഉണ്ടായിരിക്കും അല്ലെ. കൃത്യമായിട്ടൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത് അല്ലെ. അതൊരു അൺനോൺ പാസ്വേഡ് ആയിരിക്കണം. അത് കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ. കൃത്യമായിട്ട് സുരക്ഷമായിട്ട് തന്നെ എന്താണ് ആ ഒരു ലോഗ് ചെയ്യുന്ന പാസ്വേഡ് പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ അതിനുശേഷം എന്താണ് അത് ഓൺ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഫർമേഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? അതെല്ലാം തന്നെ വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അല്ലെ. അതാണ് ആർക്കും തന്നെ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് പാടുള്ളതില്ല. അപ്പൊ ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യാറ്? പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോഗ് ഔട്ട് ചെയ്യണം അല്ലെ. കൃത്യമായിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ ആ പ്ലേസ് വിട്ടിട്ട് പോകാൻ പാടുള്ളൂ അല്ലെ. അവിടെ നിന്ന് മാറാൻ പാടുള്ളൂ. കൃത്യമായിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് അത് ഒരു വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ദെൻ അതിനുശേഷം ഡീറ്റെയിൽസുകൾ എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം എന്താണ് കൃത്യമായിട്ട് സിസ്റ്റം ലോഗിൻ ചെയ്തിരിക്കണം, ലോഗ് ഓഫ് ചെയ്തിരിക്കണം. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? നീ കാര്യമായിട്ടോ ചോദിക്കുന്നത്? എനിക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കമ്പാരിസൺ ആണ്. പേപ്പർ റെക്കോർഡ്സുകളും EHR തമ്മിലുള്ള എന്താണ് കമ്പാരിസൺ, അത് തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത് ലാസ്റ്റ് പോയിന്റ്സ് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. രണ്ടിലും എന്താണ് പോരായ്മകളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നല്ല ഗുണങ്ങൾ അതിൽ കാണുന്നുണ്ട്. ഓക്കെ, ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ പേപ്പർ റെക്കോർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് എന്താണ് ഒരുപാട് ക്രമക്കേടുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, പിന്നീടാണ് ഇപ്പൊ ഒരു നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ കാലഘട്ടം അല്ലെങ്കിൽ ഒരു എന്താണ് ടെക്നോളജി ഡെവലപ്പ് ആയി പിന്നെയാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസുകളൊക്കെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, വളരെയധികം പ്രയോജനമാണ്. എങ്കിൽ കൂടി എന്നാൽ ഇതിനൊക്കെ പോരായ്മകളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. നോക്കാം. അപ്പൊ ഹാൻഡ് റിട്ടൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് മേ ബി പുവർലി റീഡബിൾ. അപ്പൊ ഹാൻഡ് റിട്ടൺ പേപ്പർ റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് റീഡബിൾ ആണ് അല്ലെ. അത് റീഡബിൾ ആണ്, നമുക്ക് വായിക്കാൻ സാധിക്കും. വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് മെഡിക്കൽ എറേഴ്സ്. എന്താണ് അതിൽ മെഡിക്കൽ എറേഴ്സ് ഉണ്ടായിരിക്കുമോ? മെഡിക്കൽ എറേഴ്സ് ഉണ്ടായിരിക്കും. റീപ്രിന്റഡ് ഫോംസ് ഉണ്ടായിരിക്കും അല്ലെ. മെഡിക്കൽ എറേഴ്സ് കാണാൻ സാധിക്കും. റീപ്രിന്റ് ചെയ്തത്, അതായത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് എന്താണ് വേറെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പ്രിന്റഡ് ഫോംസ് ഒക്കെ ആ ഒരു പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന്റെ ഇടയിൽ ആ പ്രിന്റഡ് ഫോംസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോംസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് penmanship were inspired to make better the reliability of paper medical records. പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ മെഡിക്കൽ റിവേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. പ്രിന്റഡ് ഫോംസ് ഉണ്ടായിരിക്കും.
ഇനി അതിൽ ഉപയോഗിക്കേണ്ട, നിങ്ങൾ ടെർമിനോളജി പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, അതിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? സ്റ്റാൻഡേർഡൈസേഷനുള്ള ഷോർട്ട് ഫോംസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലെ. വളരെയധികം ഇപ്പൊ നമ്മൾ അബ്രിവേഷൻസ് പഠിച്ചില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ? അബ്രിവേഷൻസ് പഠിച്ചപ്പോ എന്താണ് അബ്രിവേഷൻസ്, അത് അതേപോലെ തന്നെ അല്ലെ, ആ സ്റ്റാൻഡേർഡിൽ തന്നെ അത് യൂസ് ചെയ്യണം, അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഹാൻഡ് റിട്ടൺ പേർപ്പസിൽ കറക്റ്റ് ആയിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഉണ്ടായിരിക്കോ? ചുരുക്കിയെഴുത്തുകള്, അതായത് ഷോർട്ട് ഫോംസുകൾ അതേപോലെ തന്നെ ആയിരിക്കുമോ ഹാൻഡ് റിട്ടൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക? അതേപോലെ തന്നെ ആയിരിക്കും രേഖപ്പെടുത്തുന്നത്. അതെ, അതേപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ ചിലതിൽ എന്താണ് ഇറേഴ്സ് വരാം, തെറ്റുകൾ വരാം, ചിലപ്പോൾ അബ്രിവേഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ അവരെ എഴുതണമെന്നില്ല. പക്ഷെ എങ്കില് നമ്മള് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ EHR-ലാണെങ്കിൽ എന്താണ് കംപ്ലീറ്റഡ് ആയിട്ട് ഇപ്പൊ ഇറർ വന്നു കഴിഞ്ഞാൽ ആ ഇറർ സിസ്റ്റത്തിൽ കാണിക്കും അല്ലെ. ഇറർ കറക്റ്റ് ആയിട്ട് ആ റെഡ് ലൈൻസ് കാണിക്കും, ദെൻ അതപ്പോ തന്നെ തിരുത്താനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് പേപ്പർ റെക്കോർഡ്സിലാണെങ്കിൽ ചിലപ്പോൾ അത് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഇറർ അവിടെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും അല്ലെ, കൃത്യമായി ചെക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, an example of probable medical errors is the administration of medication. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. അപ്പോൾ നമ്മൾ ഇവിടെ മെഡിക്കൽ ഇററുടെ കാര്യം പറഞ്ഞല്ലേ, അതായത് എന്താണ് മെഡിക്കൽ കുറ്റങ്ങൾ വരുന്നത്, അതെങ്ങനെയായിരിക്കും? അത് ശരിക്കും പറഞ്ഞാൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഈ ഹാൻഡ് പേപ്പർ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് പേഷ്യന്റിനെയാണ് ബാധിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു മെഡിക്കേഷൻ അതായത് ഒരു അപ്രിവേഷൻ എഴുതുന്ന സമയത്ത് അത് തെറ്റിക്കഴിഞ്ഞാല് അല്ലെ, അത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ്, ഒരു ഒഴുപ്പില്ലാത്ത പേഷ്യന്റിന്റെ മെഡിക്കേഷൻ മാറുകയാണ് അല്ലെ. മാറി എന്താണ് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് എന്നല്ലോ പറയേണ്ടത്. ഇത് എഴുതുന്ന അപ്രിവേഷൻസ് എഴുതുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവരിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വന്നു കഴിഞ്ഞാല് ആൾക്ക് എഴുതുന്ന പേഷ്യന്റിന് എഴുതുന്ന മെഡിക്കേഷൻ കംപ്ലീറ്റ് തെറ്റും അല്ലെ. അപ്പൊ പേഷ്യന്റ് സ്റ്റേബിൾ ആയ ഒരു പേഷ്യന്റിന് എന്ത് സംഭവിക്കാം? ആ മെഡിസിൻ കഴിക്കുന്നത് വഴി അൺസ്റ്റേബിൾ ആവാൻ എത്രയും പെട്ടെന്ന് തന്നെ ആൾക്ക് മോശമായ ഒരു കണ്ടീഷൻസിലേക്ക് ആൾ പോയെന്ന് വരാം. അപ്പൊ അതാണ് മെഡിക്കൽ ഇറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരിൽ എഴുതുന്ന ആ അബ്രിവേഷൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റിനെ നമുക്ക് അൺസ്റ്റേബിൾ ആയിട്ട് മാറാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു തെറ്റാണ് അല്ലെ. Then with paper documentation it is very easy. നമ്മൾ ഇങ്ങനെ മരുന്ന് മാറിപ്പോയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പത്രത്തിലൊക്കെ കേട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മള് മരുന്ന് മാറിക്കഴിഞ്ഞാൽ എഴുതിപ്പോയത് മാറാം, ഇഞ്ചക്ഷൻ എടുത്തത് മാറിപ്പോകാം. ഓക്കെ, അങ്ങനെ അതൊക്കെ ഇങ്ങനെ വരുന്നതാണ്, മെഡിക്കൽ ഇറേഴ്സിൽ വരുന്നതാണ്. പിന്നെ with paper documentation it is very easy to not properly document the administration for medication, the time given, or errors like giving the wrong drugs dose form or not checking for the allergies could affect the patient negatively. അപ്പൊ ഈ മെഡിക്കേഷൻസ് തെറ്റിച്ച് ചെയ്യുന്നതിലൂടെ എന്താണ് പല കാര്യങ്ങളും അതിൽ തെറ്റിപ്പോകും അല്ലെ. ഒരു മെഡിക്കേഷൻ മാറാം, മരുന്നുകളുടെ പേരുകൾ മാറുന്ന കഴിയുന്നത് പല കാര്യങ്ങളും അവിടെ മാറുന്നു അല്ലെ. റോങ് ഡ്രഗ്സ് കൊടുക്കുന്നു, അതുപോലെ ഡോസേജ് ചിലപ്പോൾ കൂട്ടിക്കൊടുക്കാം, അതുപോലെ തന്നെ ഫോംസ് മാറാം, അല്ലെങ്കിൽ എന്താണ് ചെക്ക് ചെയ്യാതെ അലർജീസ് ഒക്കെ ഉണ്ടോ ഉള്ള പേഷ്യന്റ് ആണെന്നൊന്നും ചെക്ക് ചെയ്യാതെയൊക്കെ എഴുതി കൊടുക്കും അല്ലെ. ഹാൻഡ് റിട്ടൺ പേപ്പറിലാണെങ്കിൽ അങ്ങനെ എഴുതും, അതൊന്നും നോക്കില്ല അല്ലെ, തെറ്റായ മരുന്നും ഡോസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതെന്താണ് പേഷ്യന്റിന് അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേഷ്യന്റ് ചിലപ്പോൾ മരണപ്പെടാനുള്ള കാരണമായേക്കും ഇത്തരത്തില് കാണിക്കുന്ന ഇറേഴ്സസ് മൂലം, മെഡിക്കൽ ഇറേഴ്സസ് മൂലം ആ പേഷ്യന്റ് നെഗറ്റീവ്ലി ബാധിക്കുന്നത് എന്തായിരിക്കാം? ചിലപ്പോൾ ഒരു ഭാഗം ചിലപ്പോൾ ചിലർക്ക് പരാലിസിസ് വരാണെങ്കിൽ ചിലപ്പോൾ മരണ കാരണം വരെ ആയേക്കും അല്ലെ. ഓക്കെ, it has been reported that these errors have been brought down by 55 to 83% as records are now online and need certain steps to avoid these errors. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ, പ്രത്യേകിച്ച് ഹാൻഡ് റിട്ടൺ പേപ്പർ റിക്കോർഡ്സുകൾ അത് ഓൺലൈൻ ആക്കിയതിനു ശേഷം എത്രത്തോളം ഇറേഴ്സ് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്? ഏകദേശം 55 മുതൽ 83% വരെ ഇറേഴ്സുകൾ അത് ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറ്റിയതോടുകൂടി ഇറേഴ്സുകൾ കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. about these errors. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുന്നു? ഇലക്ട്രോണിക് സിസ്റ്റം ആണോ നല്ലത്, ഹാൻഡ് റിട്ടൺ പേപ്പർ റെക്കോർഡ്സുകളാണോ നല്ലത്? എന്നാണ് നല്ലത്?
ഇലക്ട്രോണിക് സിസ്റ്റം ആണ് അല്ലെ. ഒരു പരിധി വരെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റം വെച്ചിട്ട് ആ ഒരു ഫോർമാറ്റിൽ തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാം അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ടും ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് വേറെ റെക്കോർഡ്സുകൾ കയറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും നമ്മൾക്ക് നോക്കുമ്പോൾ ഓൺലൈൻ സിസ്റ്റങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. Electronic records may help with the standardization of forms, terminology, and data input. ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത് വഴി എന്താണ് സ്റ്റാൻഡർഡൈസേഷനുള്ള ഫോംസുകളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക അല്ലെ. അതുപോലെ ടെർമിനോളജീസ് ഉണ്ടായിരിക്കും. കൃത്യമായ ഒരു ഡാറ്റ ഇൻപുട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സിലെ പേഷ്യന്റിന്റെ എല്ലാ കംപ്ലീറ്റ് ഡാറ്റാസിലും എന്തായാലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ആ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോംസ്, അബ്രിവേഷൻസ്, ടെർമിനോളജി, കൃത്യമായ ഡാറ്റ ഇൻപുട്സ് ഒക്കെ അവിടെ കൃത്യമായി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിജിറ്റൈസേഷൻ ഓഫ് ഫോംസ് make facilities for the collection of data, epidemiology and clinical studies. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? എപ്പിഡമോളജി ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള എപ്പിഡമോളജി ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാംക്രമികമായിട്ടുള്ള രോഗങ്ങളോ അതുമായ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്കൽ സ്റ്റഡീസ് എന്തായിരിക്കും ഇലക്ട്രോണിക് റെക്കോർഡ്സിൽ അത് ഡിജിറ്റലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. However, standardization may create challenges for local practice. Overall, those with EMRs that have automated notes and records. അപ്പൊ നമുക്ക് എന്തിരുന്നാലും എന്താണ് ഈ രണ്ടിലും ഏതാണ് ഒരു ചാലഞ്ചസ് വഹിക്കുന്നത്? പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളാണോ EMRs ആണോ ചാലഞ്ച് വഹിക്കുന്നത്? വെല്ലുവിളികൾ നേരിടുന്നത് ഏതാണ്? ഏത് തരം റെക്കോർഡ്സ് ആണ്? EMRs ആണ് അല്ലെ. Those with EMRs that have automated notes. അപ്പൊ EMRs ഏത് രീതിയിലുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നോട്ട്സ് ആൻഡ് റെക്കോർഡ്സ് അല്ലെ. കൃത്യമായി നോട്ട്സ്, റെക്കോർഡ്സ്, ദെൻ ഓർഡർ എൻട്രി ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് ഹാസ് ലെസ്സർ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. ദെൻ ലോവർ മോർട്ടാലിറ്റി റേറ്റ്സ് ആൻഡ് ലോവർ കോസ്റ്റസ്. അപ്പൊ ഈ EMR വഴിയുള്ള നമ്മൾ ആ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നത് വഴി എന്തൊക്കെ സംഭവിക്കുന്നു? എന്തൊക്കെ സംഭവിക്കുന്നു? ഡാറ്റ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനും കൃത്യമായി അത് റിസർച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് അല്ലെ, അതായത് മരണനിരക്കൊക്കെ കുറച്ച് അല്ലെങ്കിൽ ആ ഒരു മരണപ്പെടാത്ത ചാൻസസ് കുറയ്ക്കുന്നതിനും പിന്നെന്താണ് കോസ്റ്റ് കുറയ്ക്കുന്നതിനും അല്ലെ, ചിലവ് കുറയ്ക്കുന്നതിനുള്ള, അതായത് രോഗികളുടെ എല്ലാ സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ഈ ഇലക്ട്രോണിക് റെക്കോർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഈ സേവനം വഴി എന്താണ് ബെനിഫിറ്റ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. മറ്റ് പേപ്പർ റെക്കോർഡ്സിനേക്കാളും മറ്റ് മെഡിക്കൽ റിവേഴ്സ് ഒന്നും തന്നെ ഇതില് പൂർണ്ണമായിട്ട് വരുന്നില്ല അല്ലെ. പ്രത്യേകിച്ച് എന്താണ് കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്നു, ലോവർ മോർട്ടാലിറ്റി റേറ്റ്സ്, മരണനിരക്ക് ഏറ്റവും കൂടുതൽ കുറയ്ക്കാനായിട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സ് വഴി നമുക്ക് സാധിക്കുന്നു. കൃത്യമായിട്ട് അതിലൂടെ മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും എന്താണ് EMRs വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. EHR എന്ന് പറഞ്ഞാൽ എന്താണ്? EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. രണ്ടും ഒരേപോലെ തന്നെയാണ് ഏകദേശം കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലും എന്താണ് ശരിക്കും ഉൾക്കൊള്ളുന്നത്? പേഷ്യൻസിന്റെ ഓൾ ഡീറ്റെയിൽസ് തന്നെയാണ് അതിലും ഉൾപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് മാത്രമേ ആയിരിക്കും ഉണ്ടാവാതിരിക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതൊന്ന് വായിക്കണം കേട്ടോ നിങ്ങള്. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. എന്താണ് സുഷ? ടൈപ്പ് ചെയ്യുമ്പോ മാറിപ്പോയതാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാം. മോക്ക് ടെസ്റ്റിൽ തന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. എല്ലാവരും ഗൈഡ് വാങ്ങിച്ചിട്ടുള്ളതാണോ? നിങ്ങള് ഗൈഡ് വാങ്ങിയോ? നിങ്ങള്
ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികളുടെ ആരും ഗൈഡില്ല. ഉള്ളവർ ഗൈഡ് നോക്കി പഠിക്കണം കേട്ടാ. എല്ലാത്തോടും മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. ഇനി കുറച്ച് ദിവസമുള്ളൂ, പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത് മിൽഡ്രോസ് മിസ് എടുക്കുന്നതിന്റെ ബാക്കിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ആ ചാപ്റ്ററിലെ ഒരു ടൈപ്സ് തുടങ്ങി അതാണ് മെയിൻ ഹെഡിൽ തന്നെ നമ്മൾ ഇതാക്കുന്നത്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ് ടീച്ചർ എടുക്കുന്നത്. ഓക്കെ, കമ്പാരിസണിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇപ്പൊ പറഞ്ഞില്ലേടോ. കമ്പാരിസൺ അണ്ടർലൈൻ ചെയ്യുന്നത് ഇതാണ്. ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി. EMR വഴി നമുക്ക് എന്താണ്? EMR എന്ന് പറയുന്നത് EHR എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പെറന്റ് ആണ്, പോർട്ടബിൾ ആണ്, ആക്സസിബിൾ ആണ്. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻക്രീസ്ഡ് മുതൽ ഹെൽത്ത് പ്രൊഫഷണൽസ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഇൻക്രീസ്ഡ് മുതൽ ഹെൽത്ത് പ്രൊഫഷണൽസ് വരെ അണ്ടർലൈൻ ചെയ്യാം. പിന്നീട് എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ ആക്ട്. ഹെൽത്ത് ഇൻഫർമേഷൻ ആക്ട്സ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ലാർജ് സ്കെയിൽ വയലേഷൻസ് കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് റിപ്പോർട്ടഡ് ബൈ EMR യൂസേഴ്സ്. EMR യൂസേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടാകുന്നതിനെതിരെയായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ. അല്ല, ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലേ. ടൈപ്സ് അണ്ടർലൈൻ ചെയ്ത് തരാനോ? ഏത് ടൈപ്പാണോ? ഏത് ടൈപ്പാണ്? EHR ടൈപ്സ് ഒന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മാത്രമല്ലേ പറഞ്ഞത്? ഇവിടെ പറഞ്ഞല്ലോ ഏതൊക്കെയാണെന്ന്. EHR കൺസിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് ഡാറ്റ, ഡെമോഗ്രാഫിക്സ് തുടങ്ങി ബില്ലിംഗ് ഇൻഫർമേഷൻ വരെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. EHRs കൺസിസ്റ്റ് തുടങ്ങി ബില്ലിംഗ് ഇൻഫർമേഷൻ വരെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ടൈപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈപ്പ് ആണോ നമ്മളിപ്പോ പഠിച്ചത്? ആദ്യത്തെ ടൈപ്പാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇനി അടുത്ത ടൈപ്പ് ഒരു 4 എണ്ണം വരുന്നുണ്ട്, അത് എടുത്തിട്ടില്ല ടീച്ചർ കേട്ടോ. അടുത്ത ടൈപ്പ് വരുന്നത് ഇതാണ്, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ്. അത് എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ആ, ഓക്കെ, താങ്ക് യു.